തോറ്റവനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചവൻ, വീഴ്ചകൾ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാതെ തൻ്റെ ഫുട്ബോൾ ലോകം കെട്ടിപ്പടുത്തവൻ. അർജന്റീനയ്ക്കും പോർച്ചുഗലിനും അവരുടെ നായകന്മാരുടെ കഥ പറയാനുണ്ടെങ്കിൽ ഇന്ത്യക്കുമുണ്ട് പറയാനൊരു നായകൻ, ഛേത്രി. എന്നും ലോക റാങ്കിങ്ങിൽ 100-നോട് ചുറ്റിപ്പറ്റി മാത്രം റാങ്കിംഗ് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നോർക്കുമ്പോൾ ആണ് ഛേത്രിയുടെ വില നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക ഫുട്ബോളിൽ ഇന്ത്യക്ക് പറയാൻ മേന്മയുടെ വലിയ കഥകൾ അധികമില്ല. എന്നാൽ ഛേത്രിക്ക് മുന്നിൽ 2 പേര് മാത്രം, സാക്ഷാൽ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. യൂറോപ്പിൻ്റെ ക്ലിനിക്കൽ ഫുട്ബോളോ സാംബോ ചുവടുകളുടെ ലാറ്റിൻ അമേരിക്കൻ ശൈലിയോ ആഫ്രിക്കയുടെ വന്യവേഗമോ കൈമുതലായി ഇല്ലാത്ത ഒരു ഏഷ്യൻ രാജ്യത്തിൻ്റെ പടനായകനാണ് അയാൾ. ഛേത്രി പ്രതാപിയായ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ഫുട്ബോളിൽ മെസ്സി റോണോ യുദ്ധം മുറുകിയത്. മൂവരും 40കളോട് അടുക്കുന്നു. മൂവരും വിരമിക്കൽ എന്ന ഫൈനൽ വിസിൽ സ്വയം മുഴക്കുന്നതിൻ്റെ കാലവുമാണ്. ആദ്യത്തെ വിസിൽ ഊതിയത് ഛേത്രി തന്നെ. കോപ്പ അമേരിക്കയ്ക്ക് ശേഷം മെസ്സിയും അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിട പറയും എന്ന് കേൾക്കുന്നു. ഇനി ഇന്ത്യയുടെ ഒരു കളി നടക്കുമ്പോൾ ഉറപ്പായും ഗോൾ നേടുമെന്ന് പറയാൻ പോന്ന ഒരു കളിക്കാരൻ ആരാണ്? പന്തിൻ്റെ ഗതിവേഗങ്ങൾ കണക്കുകൂട്ടി കൃത്യം പൊസിഷനിലെത്തുന്ന മികവിൽ ലോകോത്തരമാണ് ഛേത്രിയുടെ മികവ്. അതേപോലെ ഹെഡറുകളും. ഉയരക്കുറവ് അയാളെ സംബന്ധിച്ച് ഹെഡർ ഗോളുകൾ നേടാൻ ഒരു തടസ്സമേ ആയില്ല. ഇനി ഇന്ത്യക്ക് ഇത്രയും പ്രഗത്ഭനായ ഒരു സ്ട്രൈക്കർ ഉണ്ടാകുമോ? വിടവാങ്ങുമ്പോൾ ബാക്കിയാകുന്ന ചോദ്യങ്ങൾ അതൊക്കെയാണ്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ജൂൺ 6-ന് മൈതാനത്തിറങ്ങുമ്പോൾ മത്സരശേഷം മൈതാനത്ത് നിന്ന് മടങ്ങുമ്പോൾ ക്യാപ്റ്റൻ കൺസിസ്റ്റന്റ് എന്ന് വിളിപ്പേരുള്ള ഛേത്രിക്ക് പകരക്കാരൻ ആരായിരിക്കും? ഇല്ല, പകരം വയ്ക്കാൻ മറ്റൊരു കൊച്ചുമാന്ത്രികൻ ഇന്ത്യക്ക്. വിട. മൈതാന ദൂരങ്ങൾ താണ്ടി ഇന്ത്യയെ മികവിൻ്റെ നാളുകൾ കാട്ടിത്തന്ന ഫുട്ബോളിൻ്റെ കൊച്ചു തമ്പുരാന്.